കൃഷ്ണകുമാറിനെതിരെ പോലീസ് എടുത്ത കൗണ്ടർ കേസിന്റെ എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക ചുവയോടെ സംസാരിച്ച് പരാതിക്കാരുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചെന്നും. ഹലോ ഗൈസ്, അപ്പം ഞാൻ രാവിലെ തന്നെ എണീച്ച് പണിക്ക് പോകാൻ നിൽക്കുകയാണ്. ഒരുങ്ങി പകുതി എത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഈ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പം ഞാൻ കരുതി വേഗം പോയി ചൂടോടുകൂടി ഈ വീഡിയോ ഇടാണ്. ചൂടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ തണുത്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന ആൾ ഞാനായിരിക്കും. ഓക്കെ, അപ്പം കേട്ടല്ലോ, നമ്മളുടെ ദിയ കൃഷ്ണ ആളുടെ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ. ഞാൻ അത്യാവശ്യം എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ലെങ്തിയസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. കാരണം 2-3 വീഡിയോസ് ഒരുമിച്ച് ക്ലബ് ചെയ്ത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ലെങ്ത് കൂടിയ ഒരു വീഡിയോ ആണിത്. അപ്പം ആ ടോപ്പിക്കിനെ പറ്റി പല കൺക്ലൂഷൻസ് ഓരോ ദിവസവും ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും അതിൽ നിർണായകമായ ഒരു കൺക്ലൂഷനാണ് നിങ്ങളിപ്പോൾ 5 മിനിറ്റ് മുമ്പ് കേട്ടത്. അപ്പം അതിനെപ്പറ്റി സംസാരിക്കാനും അത് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാനാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. സോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അടിക്കുക. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ആശയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റും എന്തായാലും രേഖപ്പെടുത്തണം. ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ കലാഭവൻ മണി ചേട്ടൻ്റെ ഒരു പാട്ടുണ്ട്. എനിക്ക് എത്ര പേർക്ക് ആ പാട്ട് അറിയാം, ഓർമ്മയുണ്ടെന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു, ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ആ പാട്ടാണോ അല്ലെങ്കിൽ ഏത് പാട്ടാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ നടുക്കുള്ളൊരു ലൈനാണ്, പെണ്ണൊരുമ്പിട്ടാൽ പെരുമ്പാമ്പ് വരെ വഴിമാറും എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ലൈനുണ്ട്. എനിക്ക് ഈ പാട്ടിലാണോ അത് എന്ന് എനിക്കറിയില്ല. ഈ കേസിൽ 100% മാച്ചായിട്ടുള്ളൊരു പാട്ടാണത്. കാരണം 69 ലക്ഷം രൂപ വേണ്ട, 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് പോയതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഒരു കേസ് കൊടുത്തെങ്കിലും അതിനെപ്പറ്റി ഒരു ഡിസ്കഷനോ ഒരു ചർച്ചയോ ഒരു തെളിവെടുപ്പോ ഒന്നുമില്ലാണ്ട് കൗണ്ടർ കേസ് എന്ന രീതിയിൽ വന്ന ഒരു പീഡനാരോപണത്തെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ലൈംഗികമായ ഭാഷയിൽ സംസാരിച്ചു എന്ന് പറയുന്ന ഒരു സാധനത്തിനെ മാത്രം പിടിച്ചുകൊണ്ട് ഇവരെല്ലാവരെയും ഒരു വിക്ടിം കാർഡ് ഇളക്കിക്കൊണ്ട് ഇവരെല്ലാവരെയും ഇപ്പോൾ കുറ്റക്കാരാക്കി. നീതി വേണ്ടവർക്ക് എവിടെ നീതി, തെറ്റ് ചെയ്തവർക്കാണ് നീതി എന്ന് പറയേണ്ടി വരും ഇന്നത്തെ ലീഗൽ സിസ്റ്റത്തിനോട്. ഒരു പെണ്ണ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കും എന്നത്ര ദാരിദ്ര്യം പിടിച്ചല്ലോ നമ്മളുടെ കോടതിയും നമ്മളുടെ ലീഗൽ സിസ്റ്റം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 100% ഇവർ പറയുന്ന കാര്യം പച്ചക്കള്ളാന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പം അത് പിടിച്ചിട്ടാണ് നമ്മളുടെ 69 ലക്ഷത്തിൻ്റെ പോക്കുമാണ്. നമുക്ക് എന്തായാലും ഫുള്ളായിട്ടൊന്ന് കാണാം. കൃഷ്ണകുമാറിനെതിരെ പോലീസ് എടുത്ത കൗണ്ടർ കേസിന്റെ എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക ചുവയോടെ സംസാരിച്ച് പരാതിക്കാരുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചെന്നും എഫ്ഐആറിലുണ്ട്. താൻ ആദ്യം നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിനേക്കാൾ തിടുക്കത്തിലാണ് ആരോപണ വിധേയരുടെ കൗണ്ടർ കേസിൽ മ്യൂസിയം പോലീസ് അന്വേഷണം നടത്തുന്നതെന്നാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം. സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിയ കൃഷ്ണ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത്രയും വലിയൊരു കള്ളത്തീനിയാണല്ലോ ഇത്രയും കാലം ആ സ്ഥാപനം റൺ ചെയ്യാൻ കൊടുത്തതെന്ന്. 100% പോലും ഈ ഒരു കേസിൽ സത്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സിന്ധു കൃഷ്ണേൻ്റെ ചാനലിൽ വന്ന ഒരൊറ്റ വീഡിയോയിലാണ്. അവിടെ എല്ലാവരും കൂടെ വിളിച്ച് അവരൊരു ചെയറിലിരുത്തി കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർക്ക് ഫുഡ് കൊടുത്ത് അവർ പോകുന്നത് വരെയുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ എവിടെയാണ് ഇവർ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ആരോപണം ഈ കൈൻഡ് ഓഫ് സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുള്ളത്? ഇങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞില്ല? ഇത്രയും കാലം അല്ലെങ്കിൽ അവരെടുക്കുന്ന വീഡിയോയിലും അത് കഴിഞ്ഞിട്ടുള്ള കോളിൻ്റെ റെക്കോർഡിങ്സിലും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കൺവേ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ചെയ്ത തെറ്റാണ്, മാപ്പ് എന്ന് പറഞ്ഞിട്ട്. അവിടെ അന്നേരം നിങ്ങളുടെ കഴുത്തിൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് പറയടി എന്ന് പറഞ്ഞിട്ടൊന്നും ആരും നിന്നിട്ടില്ല. പിന്നെ ഇത് എപ്പോൾ എവിടുന്ന് വന്നതാ? ഈ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത എല്ലാ തോന്നിവാസങ്ങളും അങ്ങനെ പോയിന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പേഴ്സണലി പറയാനുള്ള എനിക്ക് തോന്നുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 4 പെൺമക്കൾ അച്ഛനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 4 പെൺമക്കളുടെ അച്ഛൻ എന്താ ചെയ്തു കൂട്ടുകയെന്ന്. ഇവരുടെ വീഡിയോസ്, ഇവരുടെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഞാൻ സ്ഥിരമായി കാണുന്ന ആളാണ്. സ്ഥിരമായി കാണുന്ന ആളാണ്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒരു മനുഷ്യൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലാവുകയും അത് ഈ 2025 ഇമാതിരി പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ
എന്തൊരു നന്ദിയില്ലായ്മയാ. ഉണ്ട ചോറിന് കുറച്ച് നന്ദി വേണ്ടേ മക്കളെ? സീരിയസ്ലി പറയാം. എന്തായാലും എനിക്ക് കണ്ടിട്ട് ഇപ്പം എന്നെക്കാളും പ്രായം കുറവായിരിക്കും. ഉണ്ട ചോറിന് നന്ദി വേണ്ടേ? ഇനി പ്രായം കുറവാണെങ്കിൽ തന്നെ ബുദ്ധി കുറവായിരിക്കും. ഈ വക്കീലന്മാരുടെയൊക്കെ എടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ പാ എന്നുള്ളത് പാവാടയാവും, സുഖം എന്നുള്ളത് സുബ്രഹ്മണ്യനാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തൊരു വൃത്തികെട്ട അലിഗേഷനാണ് ചെയ്തതെന്ന് ആലോചിക്കുന്നത്. ഞാൻ ഈ ഒരൊറ്റ ഈ ഒരു വീഡിയോ കാരണം മാത്രമാണ് ഞാൻ ഈ ടോപ്പിക്ക് ചെയ്യുന്നത്. പെണ്ണൊരുമ്പിട്ട പെരുമ്പാമ്പല്ല, അതിലും വലിയ സാധനം പോകുന്നുള്ളതാണ്. ഈ ഒരു കാര്യം കേട്ടതോടുകൂടി അവർ തെറ്റുകാരായി, അവരതായി ഇതായി. പുച്ഛം തോന്നുക മക്കളെ നിങ്ങളടുത്ത്. സത്യസന്ധമായി പറയാം, പുച്ഛം തോന്നുക. സ്വന്തം സൈഡ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പണത്തിനോടുള്ള ആക്രാന്തം. മര്യാദയ്ക്ക് ആ പണമൊന്നും തിന്ന് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളെക്കുറിച്ച്. ഇത്രയും വൃത്തികെട്ട ആരോപണം കേട്ടതിൻ്റെ ഭാഗമായിട്ട് കൃഷ്ണകുമാർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. പണം കിട്ടിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുന്നൊക്കെ പറഞ്ഞെന്നുള്ള പരാമർശമൊക്കെ എഫ്ഐആറിലുണ്ട്. നാല് പെൺകുട്ടികളുടെ അച്ഛനാണെന്ന് പറയുന്നതാണ്. അപ്പോൾ പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞെന്നുള്ളതാണ് എഫ്ഐആറിലെ എഴുതി വെച്ചിരുന്നത്. പണം തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ മാനഭംഗപ്പെടുത്തുന്നത്. അങ്ങനൊരു പ്രയോഗം എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ കൃഷ്ണനെ നടത്തിയിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഞാൻ സിനിമയിൽ നല്ല വേഷവും മോശം വേഷവും ഈ പലതരം സീനുകൾ ചെയ്തിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നെപ്പറ്റി ഇവിടെ പല ആരോപണങ്ങളും ഈ അടുത്ത കാലത്തൊക്കെ വന്നിട്ട് ഏതെങ്കിലും സ്ത്രീ എനിക്കെതിരെ എവിടെയെങ്കിലും അവരെ വാക്കില്ലാതെ നോക്കുകയോ അവരോട് വാക്കില്ലാതെ സംസാരിക്കുകയോ തൊടുകയോ ചെയ്യുന്ന എവിടെയെങ്കിലും ഒരു പരാതി വന്നാൽ നിങ്ങൾക്ക് പറയാമോ? ഈ 56 വർഷത്തിൽ ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല. പല സെറ്റുകളിലും വെറുതെ ഇരിപ്പാ, പല ദിവസങ്ങളും ഷൂട്ടിംഗ് ഇല്ലാത്ത ആ ദിവസങ്ങളിൽ പോലും എനിക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ പറയും. അതുകൊണ്ട് ഈ ആരോപണങ്ങളും FIR ഒക്കെ ക്വാഷ് ചെയ്യാനും നമുക്ക് ഇവിടെ കോടതികളുണ്ട്. നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് സമൂഹത്തിൽ തിരിച്ചറിവുള്ളവർക്കെതിരെ എന്തും ആരോപിക്കാം. ഒന്നാമത്തെ വിഷയം എടുത്തിടും സ്ത്രീ വിഷയം, അതില്ലെങ്കിൽ ജാതി പരാമർശം, ഇങ്ങനത്തെ കുറേ സാധനം എടുത്തിടും. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കാരണം പൊതുജനത്തിനും ബുദ്ധിയുള്ളവരല്ലാതെ ജനം മണ്ടന്മാരൊന്നും അല്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ ധാരാളം കിട്ടിയവരാ, എല്ലാവർക്കും മിനിമം വിദ്യാഭ്യാസം ഉള്ളവരാ. അതുകൊണ്ട് ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 10 തവണയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പറയാം. ഇതൊന്നും നിലനിൽക്കാൻ പോകുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ്. അപ്പോൾ ഇതായിരുന്നു കൃഷ്ണകുമാറിൻ്റെ റെസ്പോൺസ്. ഇതിൽ പറഞ്ഞൊരു കാര്യം വളരെ സത്യമാണ്. ജനങ്ങൾക്കിപ്പോൾ അറിയാം എന്ത് ശരിയാണ് എന്ത് തെറ്റാണ് എന്നുള്ളത്. കാരണം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഇവർ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ, ഡ്രസ്സ് വലിച്ചു എന്നോ ഈ കാര്യങ്ങൾ കേട്ടാൽ തന്നെ അറിയാം ഇത് കള്ളത്തരാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ ഈ ബസ്സിൻ്റെ ഉള്ളിൽ വെച്ചുള്ള ഈ തോണ്ടലോ പിച്ചലോ അല്ല അനാവശ്യമായിട്ടുള്ളൊരു നോട്ടോ അല്ല അനാവശ്യമായിട്ടുള്ളൊരു കമൻറ്റോ കണ്ടാൽ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പേഴ്സണലി ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ 4 റിയാക്റ്റും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ നേരെ ഈ തരത്തിലുള്ള അതിക്രമം വന്നു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ വന്ന് നിന്ന് അതിനെ റിയാക്ട് ചെയ്യുന്ന ഒരു 10 ആളുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ 10 ആളുടെ ഇടയിൽ ഞാൻ ഉണ്ടാവും എന്നുള്ള എനിക്ക് 100% ഷുവറാണ്. പക്ഷെ ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് 100% ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് എന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. ആ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി എന്ന് തിരിച്ചറിയാൻ വേറൊന്നും വേണ്ട, കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം മാത്രം മതി. ബാക്കിയാളുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് അക്സെപ്റ്റൻസ് വന്ന് ഈ കാര്യങ്ങളൊന്നും വേണ്ട. കേൾക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഇത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്. ഇവിടെ നിങ്ങൾ തന്നെ തെളിയിക്കുകയാണ്. നേരെ ചെന്ന ഒരാളുടെ പേര് പീഡന ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വളഞ്ഞു പോകും, ഡിസ്കഷൻ ആവും, മീഡിയയിൽ ചർച്ചയാവുന്നു നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ പേര് ഇവിടെ വലിച്ചു വാരിയിട്ട് നാറ്റിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന കുട്ടികൾ എങ്ങനെയെങ്കിലും പൈസ വിഴുങ്ങിയെടുക്കാം എന്നൊരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ വീട്ടുകാരെടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഫാമിലീൻ്റെ അടുത്തോ ഭർത്താവോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെടുത്ത് പറയാനുള്ള ദയവ് ചെയ്തത് പറഞ്ഞ് മനസ്സിലാക്കുക. പെൺകുട്ടികളാണ്, ചെറിയ പ്രായമായിട്ടേ ഉള്ളൂ. ഇപ്പോഴേ ഈ കള്ളത്തരം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലോട്ട് ഇവരൊന്നും ഒരിക്കലും പിടിച്ചാൽ കിട്ടൂല. ഈ ഒരൊറ്റ കാര്യമാണ് ഫ്രണ്ടോട്ട് പോകും. പിന്നെ ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി ഇങ്ങനത്തെ കേസ് കൊടുക്കുന്ന ആൾക്കാർക്ക് വരെ നീതി കിട്ടൂല. സത്യസന്ധമായി ഇങ്ങനത്തെ കേസ് പറയുന്ന ആൾക്കാരെ വരെ ഒരു സംശയം കണ്ടോടുകൂടിയാണ് നോക്കുക. വിക്ടിം കാർഡ് കളിക്കല്ലേ. നിങ്ങളുടെ ഭാഗത്ത് 100% സത്യമാണെങ്കിൽ ആ സത്യം വെച്ച് ജയിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇത്രയ്ക്ക് തറയാവല്ലേ. പച്ചയ്ക്ക് പറയണേ തറ. പിന്നെ നമ്മൾ കാണുന്നത് പോലെയല്ല. ഇതിലൊരു കുട്ടിയുടെ ഹസ്ബൻഡ് അവൾക്ക് മന്ത്ലി തരുന്ന എമൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒന്ന് കേട്ട് നോക്കൂ. പേയ്മെന്റ് പറഞ്ഞതുകൊണ്ട്
ഇത്രയും പേയ്മെൻ്റ് ഒക്കെ വന്നുകൊണ്ട് നിൻ്റെ ചേട്ടൻ എന്തിനാണ് നിനക്ക് ഇത്രയും ക്യാഷൊക്കെ അയച്ചു തരുന്നത്? എൻ്റെ ചേട്ടൻ അബ്രോഡാണ്. ഒരു മന്തിൽ ചിലപ്പം 1 lakh അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ, ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാനുണ്ട്. കൂടുതൽ ക്യാഷ് കിട്ടുന്നതനുസരിച്ച് കൂടുതലാണെങ്കിൽ മാത്രമേ 2 ലക്ഷം. അക്കൗണ്ടിലേക്ക് ഈ പണം വരുന്നതിനെ പോലും മറ്റൊരു തരത്തിലേക്ക് അവർ വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ച് എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും നീ സെക്സ് റാക്കറ്റിലുള്ള ആളാണോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ ഈവൻ ദിയാകൃഷ്ണൻ്റെ ആണെങ്കിലും മഹാനേൻ്റെ ആണെങ്കിലും അവർ നമ്മളിവിടുന്ന് ബത്തേരി പോകുന്നത് പോലെയാണ് അവർ ഈ ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ അടിക്കുന്നത്. അവരത്രത്തോളം പൈസയിൽ ജീവിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. അവർക്ക് നിങ്ങളുടെ ഈ 2 ലക്ഷം കണ്ടിട്ട് അതിൽ കുശുമ്പ് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു ചോദ്യമാണ്, ഭർത്താവ് ഒരു മാസം 1.5 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ അയച്ചു തരുന്നുണ്ട്, പിന്നെ എന്തിനാ പണിക്ക് വന്നേ? ഇതിൻ്റെ 1/4 ഭാഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സുഖമായി ഈ വീട്ടിൽ ഈ കട്ടിൽ കടന്നുറങ്ങി ഞാൻ ജീവിക്കും, പോകേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാ പറയുന്നതെന്ന് ലാസ്റ്റ് ഇവർ ഇപ്പോൾ ഭയങ്കര അന്ന് ദിയാകൃഷ്ണ വിളിച്ച് ചോദിച്ചപ്പോഴും ഒന്നും പറയാനില്ല. ദിയാകൃഷ്ണൻ്റെ വീട്ടുകാർ റൗണ്ടിലിരുത്തി സംസാരിച്ചപ്പോഴും ഒന്നും പറയാനില്ല. ചേച്ചി വീട് ചേച്ചി പ്രശ്നമാക്കല്ലേ, ചേച്ചി കേസാക്കല്ലേ, എൻ്റെ വൈഫിന് കേസാക്കല്ലേ എന്ന് ചോദിച്ച ആൾക്കാർ ഇപ്പം പത്രത്തിൽ വന്ന് വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടിട്ട് ഈ വീഡിയോ നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ഇല്ലെങ്കിൽ രാവിലെ തന്നെ കള്ളത്തരങ്ങൾ കേട്ടായിരിക്കും ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക. കൃഷ്ണകുമാർ ഇപ്പോഴും ആരോപിക്കുന്ന, അല്ലെങ്കിൽ ദിയ ആരോപിക്കുന്നത് എൻ്റെ 69 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു, നിങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ ദിയയുടെ കടയിൽ നിന്ന്? അവരുടെ കടയിൽ നിന്ന് നമുക്ക് ക്യാഷ് വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരുപാട് പേയ്മെൻറ്റ് വരുന്നതല്ലേ, കുറച്ച് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വാങ്ങിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ച് ദിയേച്ചിക്ക് ക്യാഷായിട്ട് കൊടുക്കുമായിരുന്നു. പിന്നീടാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് എനിക്ക് ടാക്സ് ഇഷ്യൂ കാരണമാണ് നിങ്ങളുടെ കയ്യിൽ മേടിക്കാൻ പറയും. കാര്യം ചേച്ചിക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചേച്ചിയുടെ കയ്യിലല്ലേ പോകണം, നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പോൾ കസ്റ്റമറിൻ്റെ വരുമ്പോൾ അത് നമ്മളാണ് വാങ്ങിക്കുന്നത്. ഏത് മാസം മുതൽ ഇങ്ങനെ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മേടിക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നു ഒരു ഓഗസ്റ്റ് മാസം തൊട്ട്. നോട്ട് ദ പോയിന്റ് ഓഗസ്റ്റ് കേട്ടോ, കാരണം ഓഗസ്റ്റ് തൊട്ടിട്ടാണ് ഇവർ പൈസ ഇസ്ക്കുന്നുണ്ടെന്ന് ദിയാകൃഷ്ണ പറഞ്ഞത്. ഇപ്പോൾ കറക്റ്റ് ടൈമൊക്കെ വന്നു കേട്ടോ. അന്ന് പറഞ്ഞത് 2-3 മാസം മുമ്പ് ആകെ 50,000 ഉള്ളൂ, അതാണ് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ ടീമുകൾക്ക് ഇപ്പോൾ ഓഗസ്റ്റ് ആയേ. ഈ പറയപ്പെടുന്ന പോലെ 69 ലക്ഷത്തോളം രൂപ 3 പേരുടെ അക്കൗണ്ടിലേക്കായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, അതിപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഒരു അക്കൗണ്ടിലേക്കാണോ മേടിക്കുന്നത്, അതോ എങ്ങനെയാണ് ഈ 3 അക്കൗണ്ടിലേക്ക് മേടിക്കുന്നുണ്ട്? നമ്മൾ 3 അക്കൗണ്ടിലോട്ട് മേടിക്കും. ആരാണ് ആദ്യം കസ്റ്റമർ അറ്റൻഡ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഈ പറഞ്ഞ 69 ലക്ഷം രൂപയുടെ കച്ചവടമൊക്കെ ഈ 10 മാസം കൊണ്ട് അല്ലെങ്കിൽ 11 മാസം കൊണ്ട് അവിടെ നടന്നിട്ടുണ്ടോ? ഇല്ല. ചാറ്റുകളൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അതെന്നാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം തുടങ്ങുന്നത്? തർക്കം കുറച്ച് നാളായിട്ട് തുടങ്ങിയെങ്കിൽ ഇത് കുറച്ച് പ്രശ്നമായി തുടങ്ങുന്നത് 29-ാം തീയതി മുതൽ. നമ്മൾ 3 പേരും ഒരുമിച്ച് ജോലി നടത്തിയതിന്റെ ഒരു പകയാണ്. നിങ്ങൾ എന്തിനാണ് 30-ാം തീയതി രാവിലെ പണം കൊണ്ടു കൊടുക്കുന്നത്? കസ്റ്റമേഴ്സിന് ആർക്കും അറിയില്ല. ദിയയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ പേയ്മെന്റ് മേടിക്കുന്നതും നമ്മൾ ക്യാഷ് ആയിട്ട് ദിയയ്ക്ക് കൈമാറുന്നതും ഒന്നും കസ്റ്റമേഴ്സിന് അറിയില്ല. ദിയ സ്കാം അലേർട്ട് എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ കസ്റ്റമേഴ്സ് ഈ സംഭവമൊക്കെ അയച്ചു കൊടുത്തിട്ട്, അപ്പം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലിക്വിഡ് മണി കൊടുത്തതിന് തെളിവില്ല. ഞങ്ങൾ ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്തത്, കാരണം ഡ്രൈവറൊക്കെയാണ് നമ്മുടെ നിന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിന് തെളിവെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വെച്ച് ദിയ ആ സ്റ്റാറ്റസൊക്കെ വെച്ച് നിങ്ങളുടെ ഫോട്ടോസൊക്കെ നമ്മൾ യൂട്യൂബിലിടും, നിങ്ങളുടെ മുഖം കാണുന്ന രീതിയിൽ ഇതാക്കും, ഞാൻ നിങ്ങളെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ഇഷ്യൂസ് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ യൂഷ്വലി പേടിച്ച്. കാരണം ഇപ്പം എന്ത് ചെയ്യണമെന്ന് ആ ഒരു രാത്രി ഞങ്ങൾക്ക് ആരുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യണം. രാത്രി നടക്കുന്ന സംഭവമാണിത്. അപ്പോൾ ആരുടെ അടുത്ത് എപ്പോൾ പോയി ചോദിക്കണം, അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ തോന്നില്ല. സാധാരണക്കാർ നമ്മൾ പേടിച്ച് പോത്തേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ച് പേടിച്ച്. അപ്പം ഞങ്ങൾ പേടിക്കുന്ന നടപ്പോൾ ദേഹി അത് കുറച്ചുകൂടി ഇതായി. നാളെ നിങ്ങൾ എൻ്റെ ഫ്ലാറ്റിലോട്ട് വാ, 10 മണിക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ നിന്ന് ഒരു കോമ്പൻസേഷൻ പോലെ ഒരു 5 ലക്ഷം രൂപ മേടിക്കാം. കാരണം നിങ്ങൾ എൻ്റെ എത്രയോ രൂപ ഞാൻ നിങ്ങൾക്ക് ഇൻക്രിമെന്റ് പോലെ തന്നിട്ടുണ്ട്, അതിന്റെ കൂട്ടാക്കിയാൽ നിങ്ങൾ എന്റെ നഷ്ടത്തിന് നിങ്ങൾ ഇതെങ്കിലും നികത്തെന്നൊക്കെ പറഞ്ഞ് നല്ല റഷായിട്ട് സംസാരിച്ച ഒരു ഇഷ്യൂ ആയപ്പോഴും ഹസ്ബൻഡ് അശ്വിൻ ചേട്ടനും ദിയ ചേച്ചിയും കൂടെ 2 പേരും കൂടെ പറഞ്ഞ് ഇതാക്കിയിട്ടാണ് നമ്മൾ പിന്നെ രാവിലെ ഫ്ലാറ്റിലോട്ട് പോകുന്നത്. ഞാൻ പറയട്ടെ, ഒരു കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിങ്ങനെ പല സൈഡിൽ നിന്ന് ഇങ്ങനെ ചൊറിഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ പോകും. ഏതെങ്കിലും ഒരു തവണ മാറിപ്പോയാൽ മതി, കള്ളത്തി, മോഷ്ടാവ്, വെറുതെ പീഡനം ആരോപിക്കുന്ന പെണ്ണ് എന്നൊക്കെ പേര് വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ നിൽക്കുക. നിങ്ങളിനി 69 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിലും വേണ്ട, അതുകൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളൂ. എന്നാലും കുറച്ച് സത്യസന്ധത. ഇതൊക്കെ കണ്ട് വളരുന്ന മക്കളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെയുള്ള കള്ളികളുടെ അടുത്ത ന്യൂസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഞാൻ ഇനി ഇവിടെ കത്തിയടിച്ചിരുന്നുണ്ടെങ്കിൽ പണിക്കുവാ ലേറ്റ്. സോ ഐ എം ഗുഡ്.